നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് വീമ്പ് പറഞ്ഞിരുന്ന ഇറാൻ ഇപ്പോൾ വീണ്ടും ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. തക്കതായ സമയത്ത് ഇസ്രായേലിനെ കൃത്യമായി ആക്രമിച്ചിരിക്കും. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന്, ഇസ്മായിൽ ഹനിയയുടെ രക്തത്തിന് ഇറാൻ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് റവല്യൂഷണറി കോപ്സിന്റെ പ്രധാനപ്പെട്ട വക്താവ് അബ്ദുൾ നൈനി വ്യക്തമാക്കിയിരിക്കുന്നു. കരയിൽ നിന്നും ആകാശത്തു നിന്നുമുള്ള ഒരേ സമയമുള്ള ആക്രമണം ഉണ്ടാകും. ഏത് നിമിഷവും ഒരാക്രമണം ഇസ്രായേൽ പ്രതീക്ഷിച്ചിരിക്കണം. ഇസ്രായേൽ റഡാർ സംവിധാനം നോക്കി ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ കരമാർഗമുള്ള ആക്രമണമായിരിക്കും സംഭവിക്കുക. ചിലപ്പോൾ രണ്ടു മാർഗം ഉപയോഗിച്ചും ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കും. ഇറാന്റെ ശക്തി എന്ത് എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കും. ഇനി ഒരിക്കലും ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനമുണ്ടാകാൻ ഇസ്രായേലിന് തോന്നുക പോലും ചെയ്യരുത്. അത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഇറാൻ ഇസ്രായേലിന് നൽകിയിരിക്കും. ഇതാണ് റവല്യൂഷണറി ഗാർഡിന്റെ വക്താവിന്റെ ഭീഷണി. ആകെ നാണം കെട്ട് നാറിയിരിക്കുകയാണ് ലോകത്ത് ഇറാൻ. അതായത് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി തന്നെ വ്യക്തമാക്കി, ഞങ്ങൾ ഇസ്മായിൽ ഹനിയയുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും. ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കും ഇസ്രായേൽ. ഇറാന്റെ ആക്രമണം നേരിടാൻ തയ്യാറായിക്കൊള്ളൂ. ഉടനെ പശ്ചിമേഷ്യ അങ്ങ് പരിഭ്രാന്തിയിലായി. അമേരിക്ക പോലും ഞെട്ടിവിറച്ചു. ഇറാന്റെ ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകുമോ? ഇസ്രായേൽ കുലുങ്ങിയില്ല. ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായ സംയമനം പാലിച്ചു. ഒരിക്കൽ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചതിൻ്റെ ഫലം കൃത്യമായി ദിവസങ്ങൾക്കുള്ളിൽ ഇറാന് കിട്ടിയിരുന്നു. ഇനിയും അത്തരമൊരു പ്രകോപനമുണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി ഇസ്രായേലിന് അറിയുക തന്നെ ചെയ്യും. ഇസ്രായേലിന് അറിയാം. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിനും ഒരുമ്പെടാത്തത്. എന്നാൽ ആക്രമണം നടത്തുമെന്ന് വലിയ വായിൽ വീമ്പ് പറഞ്ഞ് ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞിട്ടും ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഇതോടുകൂടി അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വീണ്ടും ഇടപെട്ടു. ദൈവം നമ്മളെ ശിക്ഷിക്കും. നമ്മുടെ നാട്ടിലെത്തി നമ്മുടെ അതിഥിയായി എത്തിയ നമ്മുടെ പ്രധാനപ്പെട്ട സുഹൃത്ത് ഇസ്മായിൽ ഹനിയെ നമ്മുടെ നാട്ടിലിട്ട് നിഷ്കരുണം കൊന്നുകളഞ്ഞു അവർ. അതുകൊണ്ട് ആ രക്തത്തിന് പ്രതികാരം ചോദിച്ചില്ലെങ്കിൽ ദൈവം നമ്മളോട് കോപിക്കും. അങ്ങനെ വൈകാരികമായൊക്കെ അദ്ദേഹം പറഞ്ഞു നോക്കി. എന്നാൽ ഇറാന്റെ പുതിയ പ്രസിഡന്റ് പെഷസ്കിയാൻ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തി ചെയ്യുന്നയാളാണ്. അതിവൈകാരികമായ ഒരു വിഷയത്തിലും എടുത്തു ചാടേണ്ടതില്ല എന്ന് അദ്ദേഹം നിലപാട് സ്വീകരിച്ചു. അതുമാത്രമല്ല, ഇറാന്റെ റവല്യൂഷണറി ഗാർഡിൽ തന്നെ 2 ചേരികൾ രൂപപ്പെട്ടു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു. പ്രകോപനം കൊണ്ട് പെട്ടെന്ന് ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം നടത്തുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് ഒരു വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി, യുദ്ധം നടത്തി പിടിച്ചു നിൽക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ഇറാന് കഴിയില്ല എന്നുള്ളതായിരുന്നു ആ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ മറുഭാഗത്ത് ഖൊമേനി അടക്കം പിന്തുണയ്ക്കുന്ന വിഭാഗം, അതിതീവ്ര ഇസ്ലാമിക വിഭാഗം, അവർ പറഞ്ഞു ഇസ്രായേലിനെ ആക്രമിച്ചേ തീരൂ. എന്നാൽ പിന്നീടും ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ വീമ്പ് പറഞ്ഞ ഇറാൻ ലോകത്തിന് മുന്നിൽ നാണം കെട്ട് നാറിയ സാഹചര്യത്തിലായി. ആ ഘട്ടത്തിലാണ് അല്പമെങ്കിലും മാനം വീണ്ടെടുക്കാൻ വീണ്ടും ഒരു ഭീഷണിയുമായി ഇപ്പോൾ ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. കരമാർഗവും കടൽ മാർഗവും ഞങ്ങൾ കൃത്യമായ സമയത്ത് ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കും. ചിലപ്പോൾ അതല്പം വൈകിയെന്ന് വരാം, എങ്കിലും ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഞങ്ങളുടെ ആക്രമണം. ഇസ്രായേൽ റഡാറിലേക്ക് നോക്കി ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഞങ്ങൾ കരമാർഗം ആക്രമിക്കും. ചിലപ്പോൾ ഞങ്ങൾ ആകാശമാർഗം ആക്രമിക്കും, ചിലപ്പോൾ 2 മാർഗത്തിലൂടെയും ഒന്നിച്ചാക്രമിക്കും. ഇതാണ് ഇപ്പോൾ ഇറാന്റെ ഭരണകൂടം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. നേരത്തെ ചില വാർത്തകൾ ഉണ്ടായിരുന്നു. അതായത് ഇസ്രായേലിനെതിരെ ഒരു യുദ്ധത്തിന് ഇറാൻ പുറപ്പെട്ടാൽ അമേരിക്ക ഇസ്രായേലിന് വേണ്ടി രംഗത്തിറങ്ങും. അമേരിക്കയുടെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് ഇറാൻ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധപ്പുറപ്പാട്, ഒരു പടപ്പുറപ്പാട് അരുത്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ചിലപ്പോൾ അമേരിക്ക ആയിരിക്കും ഇറാനെതിരെ തിരിച്ചടിക്കുന്നത്. അത് കൃത്യമായി ഇറാന് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചലനത്തിന് പോലും
വാഗൊണ്ട് വീമ്പ് പറയുന്നതല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രകോപനപരമായ ചലനത്തിന് ഇറാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ ചില വാർത്തകൾ പുറത്തു വന്നു. ഇറാന് സൈനിക പിന്തുണയുമായി റഷ്യയുണ്ട്. റഷ്യയുടെ പ്രധാനപ്പെട്ട സൈനിക വിമാനങ്ങൾ പലതവണ ടെഹ്റാനിലേക്ക് പറന്നിറങ്ങുകയും തിരികെ പോവുകയും ചെയ്തു. ഈ ഓരോ യാത്രയിലും വമ്പൻ ആയുധ ശേഖരങ്ങളാണ് റഷ്യ ഇറാന് നൽകിയത് എന്ന വാർത്തകൾ വന്നിരുന്നു. നേരത്തെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ സൈനികമായി റഷ്യയെ സഹായിച്ചിരുന്നു. അതിനുള്ള പ്രത്യുപകാരമാണ് ഈ ഘട്ടത്തിൽ റഷ്യ നൽകിയതെന്ന വാർത്തകളും ലോകമാധ്യമങ്ങളിൽ പരന്നിരുന്നു. അതിന് പിന്നാലെ മറ്റൊരു വാർത്തയും വന്നു. ചൈനയും ഇറാന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ചൈനയും സൈനികമായി യുദ്ധസാമഗ്രികൾ നൽകി, ആയുധങ്ങൾ നൽകി ഇറാനെ സംരക്ഷിക്കും, ഇറാനെ സഹായിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വീമ്പ് പറച്ചിലല്ലാതെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ആയത്തുള്ള അലി ഖമേനിയെയും ചില തീവ്ര ഇസ്ലാമിസ്റ്റുകളെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ചില വാക്കുകൾക്കപ്പുറം ഇറാന്റെ ഇന്നത്തെ ഭീഷണിയിൽ ഇസ്രായേൽ മറ്റൊന്നും തന്നെ കാണുന്നില്ല. അതിനെ മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്രായേലിന് മുന്നിൽ 2 വെല്ലുവിളികളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന്, ഗാസയിലെ ഹമാസിനെ എത്രയും വേഗം തീർക്കുക. മറ്റൊന്ന്, ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരെയുള്ള യുദ്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക. ലെബനനിലുള്ളിലേക്ക് കയറി ഹത്തയുടെ നേതാവിനെ ഇതിനകം തന്നെ തീർത്തു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ്. എന്തായാലും ഈ രണ്ട് ലക്ഷ്യങ്ങളും നേടും വരെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല ഇസ്രായേൽ. അതേസമയം ഇറാനിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രകോപനം ഇസ്രായേലിലേക്കുണ്ടായാൽ അതേസമയം തക്കതായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.